പൊതുപ്രവർത്തകൻ ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കുന്നതിൽ അഭിമാനമെന്ന് ഡോക്ടർ മറിയ ഉമ്മൻ. പുനലൂർ ആശാഭവനിൽ വെച്ച് നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മകൾ കൂടിയായ ഡോക്ടർ മറിയ ഉമ്മൻ. പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് ഡോക്ടർ മറിയ ഉമ്മൻ അഭിപ്രായപ്പെട്ടു. ഉമ്മൻചാണ്ടി നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും ഉമ്മൻചാണ്ടിയുടെ പ്രവൃത്തി കണ്ട് ആയിരക്കണക്കിന് ഉമ്മൻചാണ്ടിമാർ ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതെന്നും ഇത് കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഞങ്ങൾക്ക് ഊർജം പകരുന്നുവെന്നും മറിയ ഉമ്മൻ പറഞ്ഞു. കേരള സ്റ്റേറ്റ് എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ പുനലൂർ ആശാഭവനിൽ നടത്തിയ ഉമ്മൻചാണ്ടി സ്നേഹ സംഗമവും സ്നേഹവിരുന്നും പുരസ്കാര വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മറിയ ഉമ്മൻ. യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് SE സഞ്ജയ് ഖാൻ അധ്യക്ഷത വഹിച്ചു. അദ്ദേഹത്തിന്റെ ശരീരം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഒരു വർഷം തികയുകയാണ്. ഈ സാഹചര്യത്തിൽ ആശാഭവനിൽ കേരള സ്റ്റേറ്റ് എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ INDFയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു സ്നേഹ സംഗമവും സ്നേഹ വിരുന്നും സംഘടിപ്പിക്കുകയാണ്. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ വാക്കുകൾ ഇടറും. കാരണം സാറുമായി ഒന്നിച്ചുള്ള യാത്രകളും സാറിനോടൊപ്പം സാറ് എനിക്ക് പകർന്നു നൽകിയിട്ടുള്ള സ്നേഹവും എനിക്ക് മറക്കാൻ കഴിയാത്തതാണ്. അത് തന്നെയാണ് രാജ്യത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് സാറ് പലപ്പോഴും ജീവിതവും ജീവനും ഒക്കെയായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന കാലത്തൊട്ട് ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ പോകുമ്പോൾ നിരവധി അനുഭവങ്ങൾ. കുഞ്ഞുങ്ങളോട് സാറിന് പ്രത്യേക വാത്സല്യമാണുള്ളത്. ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. കുളത്തൂപ്പുഴയിൽ ഒരു കുഞ്ഞ് 12 വയസ്സുള്ള ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു കുഞ്ഞ്, അതിൻ്റെ അമ്മയും എന്നെ വിളിക്കുകയാണ്. ഞാൻ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമായി ചന്ദനക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുകയും ചന്ദനക്കാവിൽ ചെന്നപ്പോൾ മനസ്സിലാവുന്നത് ഈ 12 വയസ്സുള്ള കുഞ്ഞിനെ എല്ല് പൊടിഞ്ഞു പോകുന്ന രോഗമാണ്. ആ എല്ല് പൊടിഞ്ഞു പോകുന്ന രോഗമുള്ള കുഞ്ഞിനെ അമ്മ ഒക്കത്തിരുത്തി എടുത്ത് 1/2 കിലോമീറ്റർ ദൂരത്ത് വയലിലൂടെ പോയി ആ വീട്ടിലെത്തിക്കുകയും വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ തിരിച്ചു കൊണ്ടുവന്ന് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറ്റി ഏതൊരു 10 കിലോമീറ്റർ ഇപ്പുറമുള്ള സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിക്കുകയും ആ സ്കൂളിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ അമ്മ കുഞ്ഞിനോടൊപ്പം ഇരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച വളരെ ഹൃദയഭേദകരമാണ്. അത് അവര് വളരെ അസ്വസ്ഥമായി നമ്മളോട് പറയുമ്പോൾ ഞാൻ ഉമ്മൻചാണ്ടി സാറിനോട് അവരോട് ആപ്ലിക്കേഷൻ വാങ്ങിക്കൊണ്ട് ചെന്നിട്ട് ഉമ്മൻചാണ്ടി സാറിനോട് പറഞ്ഞപ്പോൾ എന്നോട് ഇതിൽ എന്ത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ കുഞ്ഞിന്റെ വീട്ടിലേക്ക് പോകാൻ വഴി വേണം. രണ്ടാമത് ഈ കുഞ്ഞിനെ അമ്മയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകുന്നതിനൊരു മുച്ചക്ര വാഹനം വേണം. മൂന്നാമത് ഈ കുഞ്ഞിന് ചികിത്സാ സഹായം വേണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മുച്ചക്ര വാഹനം വാങ്ങാൻ കഴിയില്ല, വഴി ഞാൻ അനുവദിക്കാമെന്ന് പറഞ്ഞ് അപ്പോഴും തന്നെ അപേക്ഷയിൽ പുറത്ത് വഴി അനുവദിച്ചു. രണ്ടാമത് 3 ലക്ഷം രൂപ ചികിത്സാ സഹായം അനുവദിച്ചിട്ട് 1 ലക്ഷം രൂപ കൊടുത്ത കുട്ടി. ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ ഉമ്മൻചാണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തി. ഒരു പക്ഷേ സഞ്ജയ്ക്കാരന് മത്സരിക്കാൻ അവസരം ഒരുക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായിരുന്നത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. സഞ്ജയ്ക്കാരൻ്റെ ശബ്ദം നമ്മുടെ നിയമസഭയിൽ മുഴങ്ങുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി മുഴങ്ങുന്നത് കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഉമ്മൻചാണ്ടി സാറുമായി എനിക്ക് ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ 1984
4 മുതൽ എനിക്ക് അദ്ദേഹവുമായി ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. ഞാൻ വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സംഘടനാ സമ്മേളനങ്ങളിൽ വിളിക്കുവാനാണ് ഞാൻ പോയിട്ടുള്ളത്. അവസാനം അദ്ദേഹത്തിനെ ഗാന്ധി ഭവനിൽ എഴുതുന്നതുവരെ, അതായത് ഇപ്പോൾ ഏതാണ്ട് 1.25 വർഷം മുമ്പ് ആണ് അദ്ദേഹം അവസാനിക്കുക. അന്ന് വരെ അദ്ദേഹത്തെ അടിക്കടി കാണുമായിരുന്നു. അതുപോലെ അദ്ദേഹത്തെ 70 തവണ ഞാൻ കാണാൻ പോയിട്ടുണ്ട്. അദ്ദേഹം 20ഓളം തവണ ഗാന്ധി ഭവനിൽ എത്തിയിട്ടുണ്ട്. യോഗത്തിൽ കോൺഗ്രസ് INTUC നേതാക്കന്മാരായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി R. ശിവകുമാർ, യൂണിയൻ വൈസ് പ്രസിഡന്റ് D. പ്രിൻസ്, ജനറൽ സെക്രട്ടറി C. ചെല്ലപ്പൻ, സെക്രട്ടറി B. അശോക് കുമാർ, രാധാകൃഷ്ണൻ, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരായ ഷെമി അസീസ്, S. നാസർ, N. അജീഷ്, രഞ്ജിനി സൂര്യകുമാർ, മാരാൻകോട് സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ബിനീഷ് ജോസഫ്, ഷിഹാബ്, മോഹനൻ ചാലിയക്കര, മഞ്ജു ശ്രീജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉമ്മൻചാണ്ടി പുരസ്കാരം ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഡോക്ടർ പുനലൂർ സോമരാജൻ, വർഗീസ് എബ്രഹാം, ആശാഭവൻ ഡയറക്ടർ, ആതുര സേവന രംഗത്ത് ഡോക്ടർ മുഹമ്മദ് ഷാഫി, ഡോക്ടർ ഷേർലി ശങ്കർ, സാഹിത്യകാരി ബദരി പുനലൂർ തുടങ്ങിയവർക്ക് ഉമ്മൻചാണ്ടി പുരസ്കാരം ഡോക്ടർ മറിയ ഉമ്മൻ നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പൊതുപ്രവർത്തകൻ ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കുന്നതിൽ അഭിമാനമെന്ന് ഡോക്ടർ മറിയ ഉമ്മൻ. പുനലൂർ ആശാഭവനിൽ വെച്ച് നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മകൾ കൂടിയായ ഡോക്ടർ മറിയ ഉമ്മൻ. അപ്പോഴുള്ള സ്നേഹമാണ് കിട്ടുന്നതെന്ന് തിരിച്ചറിയുന്നത്. എന്തായാലും ഇവിടെ ഇങ്ങനെ വരാനും ഇവിടെ എല്ലാം കാണാനും എനിക്കൊരു അതിനുള്ള ഏറ്റവും എനിക്കുള്ളത് അപ്പയ്ക്കുള്ളതാണ്. ഞാനത് കുടുംബത്തിലെ 4 പേർക്കും കിട്ടുന്നത് അപ്പയ്ക്കുള്ള ആദരം മാത്രമാണ്. എന്തായാലും അതെല്ലാം നന്ദി പറയുന്നു. ഇവിടെ വരാൻ കുറച്ച് സമയം നിങ്ങളോട് നന്ദി പറയുന്നു. എല്ലാവർക്കും സ്നേഹവും പുരസ്കാര വിതരണവും പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് ഡോക്ടർ മറിയ ഉമ്മൻ അഭിപ്രായപ്പെട്ടു. ഉമ്മൻചാണ്ടി നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും ഉമ്മൻചാണ്ടിയുടെ പ്രവൃത്തി കണ്ട് ആയിരക്കണക്കിന് ഉമ്മൻചാണ്ടിമാർ ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതെന്നും ഇത് കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഞങ്ങൾക്ക് ഊർജം പകരുന്നുവെന്നും മറിയ ഉമ്മൻ പറഞ്ഞു. കേരള സ്റ്റേറ്റ് എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ പുനലൂർ ആശാഭവനിൽ നടത്തിയ ഉമ്മൻചാണ്ടി സ്നേഹ സംഗമവും സ്നേഹവിരുന്നും പുരസ്കാര വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മറിയ ഉമ്മൻ. യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് S. E. സഞ്ജയ് ഖാൻ അധ്യക്ഷത വഹിച്ചു. നമ്മളെ വിട്ടു പിരിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ശരീരം നമ്മളെ വിട്ടു പിരിഞ്ഞിട്ട് 1 വർഷം തികയുകയാണ്. ഈ സാഹചര്യത്തിൽ ആശാഭവനിൽ കേരള സ്റ്റേറ്റ് എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു സ്നേഹ സംഗമവും സ്നേഹ വിരുന്നും സംഘടിപ്പിക്കുകയാണ്. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ വാക്കുകൾ ഇടറും. കാരണം സാറുമായി ഒന്നിച്ചുള്ള യാത്രകളും സാറിനോടൊപ്പം സാറ് എനിക്ക് പകർന്നു നൽകിയിട്ടുള്ള സ്നേഹവും എനിക്ക് മറക്കാൻ കഴിയാത്തതാണ്. അതുതന്നെയാണ് രാജ്യത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് സാറ് പലപ്പോഴും ജീവിതവും ജീവനും ഒക്കെയായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന കാലത്തൊട്ട് ബഹുമാന്യ ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ പോകുമ്പോൾ നിരവധി അനുഭവങ്ങൾ. കുഞ്ഞുങ്ങളോട് സാറിന് പ്രത്യേക വാത്സല്യമാണല്ലോ. ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. കുളത്തൂപ്പുഴയിൽ ഒരു കുഞ്ഞ് 12 വയസ്സുള്ള ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു കുഞ്ഞ്, അതിൻ്റെ അമ്മയും എന്നെ വിളിക്കുകയാണ്. ഞാൻ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമായി ചന്ദനക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുകയും ചന്ദനക്കാവിൽ ചെന്നപ്പോൾ മനസ്സിലാവുന്നത് ഈ 12 വയസ്സുള്ള കുഞ്ഞിനെ എല്ല് പൊടിഞ്ഞു പോകുന്ന രോഗമാണ്. ആ എല്ല് പൊടിഞ്ഞു പോകുന്ന രോഗമുള്ള കുഞ്ഞിനെ അമ്മ ഒക്കത്തിരുത്തി
കരുതി എടുത്ത് 1/2 കിലോമീറ്റർ ദൂരത്ത് വയലിലൂടെ പോയി ആ വീട്ടിലെത്തിക്കുകയും വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ തിരിച്ചു കൊണ്ടുവന്ന് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറ്റി ഏതൊരു 10 കിലോമീറ്റർ ഇപ്പുറമുള്ള സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിക്കുകയും ആ സ്കൂളിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ അമ്മ കുഞ്ഞിനോടൊപ്പം ഇരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച വളരെ ഹൃദയഭേദകരമാണ്. അത് അവര് വളരെ അസ്വസ്ഥമായി നമ്മളോട് പറയുമ്പോൾ ഞാൻ ഉമ്മൻചാണ്ടി സാറിനോട് അവരോട് ആപ്ലിക്കേഷൻ വാങ്ങിക്കൊണ്ട് ചെന്നിട്ട് ഉമ്മൻചാണ്ടി സാറിനോട് പറഞ്ഞപ്പോൾ എന്നോട് ഇതിൽ എന്ത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ കുഞ്ഞിന്റെ വീട്ടിലേക്ക് പോകാൻ വഴി വേണം. രണ്ടാമത് ഈ കുഞ്ഞിനെ അമ്മയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകുന്നതിനൊരു മുച്ചക്ര വാഹനം വേണം. മൂന്നാമത് ഈ കുഞ്ഞിന് ചികിത്സാ സഹായം വേണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മുച്ചക്ര വാഹനം വാങ്ങാൻ കഴിയില്ല, വഴി ഞാൻ അനുവദിക്കാമെന്ന് പറഞ്ഞ് അപ്പോഴും തന്നെ അപേക്ഷയിൽ പുറത്ത് വഴി അനുവദിച്ചു. രണ്ടാമത് 3 ലക്ഷം രൂപ ചികിത്സാ സഹായം അനുവദിച്ചിട്ട് 1 ലക്ഷം രൂപ കൊടുത്ത കുട്ടി. ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ ഉമ്മൻചാണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തി. ഉമ്മൻചാണ്ടി സാറ് സഞ്ജയ് ഗാന്ധിയോട് സ്നേഹം നൽകി. ഒരു പക്ഷേ സഞ്ജയ് ഗാന്ധി അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ഒരുക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് സഞ്ജയ് ഗാന്ധിയുടെ ശബ്ദം നമ്മുടെ നിയമസഭയിൽ മുഴങ്ങുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി മുഴങ്ങുന്നത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉമ്മൻചാണ്ടി സാറുമായി എനിക്ക് എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ 1984 മുതൽ എനിക്ക് അദ്ദേഹവുമായി ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സംഘടനാ സമ്മേളനങ്ങളിൽ വിളിക്കുവാനാണ് ഞാൻ പോയിട്ടുള്ളത്. അവസാനം അദ്ദേഹത്തിനെ ഗാന്ധിഭവനിൽ എഴുതുന്നതുവരെ, അതായത് ഇപ്പോൾ ഏതാണ്ട് 1.25 വർഷം മുമ്പ് ആണ് അദ്ദേഹം അവസാനിക്കുക. അന്ന് വരെ അദ്ദേഹത്തെ അടിക്കടി കാണുമായിരുന്നു. അതുപോലെ അദ്ദേഹത്തെ 70 തവണ ഞാൻ കാണാൻ പോയിട്ടുണ്ട്. അദ്ദേഹം 20ഓളം തവണ ഗാന്ധിഭവനിൽ എത്തിയിട്ടുണ്ട്. യോഗത്തിൽ കോൺഗ്രസ് INTUC നേതാക്കന്മാരായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി R ശിവകുമാർ, യൂണിയൻ വൈസ് പ്രസിഡന്റ് D പ്രിൻസ്, ജനറൽ സെക്രട്ടറി C ചെല്ലപ്പൻ, സെക്രട്ടറി B അശോക് കുമാർ, രാധാകൃഷ്ണൻ, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരായ ഷെമി അസീസ്, S നാസർ, N അജീഷ്, രഞ്ജിനി സൂര്യകുമാർ, മാരാൻകോട് സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ബിനീഷ് ജോസഫ്, ഷിഹാബ്, മോഹനൻ ചാലിയക്കര, മഞ്ജു ശ്രീജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉമ്മൻചാണ്ടി പുരസ്കാരം ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഡോക്ടർ പുനലൂർ സോമരാജൻ, വർഗീസ് എബ്രഹാം ആശാഭവൻ ഡയറക്ടർ, ആതുര സേവന രംഗത്ത് ഡോക്ടർ മുഹമ്മദ് ഷാഫി, ഡോക്ടർ ഷേർലി ശങ്കർ, സാഹിത്യകാരി ബദരി പുനലൂർ തുടങ്ങിയവർക്ക് ഉമ്മൻചാണ്ടി പുരസ്കാരം ഡോക്ടർ മറിയ ഉമ്മൻ നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പൊതുപ്രവർത്തകൻ ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കുന്നതിൽ അഭിമാനമെന്ന് ഡോക്ടർ മറിയ ഉമ്മൻ. പുനലൂർ ആശാഭവനിൽ വെച്ച് നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മകൾ കൂടിയായ ഡോക്ടർ മറിയ ഉമ്മൻ. അപ്പോഴുള്ള സ്നേഹമാണ് കിട്ടുന്നത് തിരിച്ചറിയുന്നത്. ഇവിടെ ഇങ്ങനെ വരാനും ഇവിടെ എല്ലാം കാണാനും എനിക്കൊരു മാതൃക അതിനുള്ള ഏറ്റവും എനിക്കുള്ളത് അപ്പയ്ക്കുള്ളതാണ്. എനിക്ക് ഞാനത് കുടുംബത്തിലെ 4 പേർക്കും കിട്ടുന്നത് അപ്പയ്ക്കുള്ള ആദരം മാത്രമാണ്. എന്തായാലും അതെല്ലാം നന്ദി പറയുന്നു. ഇവിടെ വരാൻ കുറച്ച് സമയം നിങ്ങളോട് നന്ദി പറയുന്നു. എല്ലാവർക്കും നേരത്തെ സ്നേഹവും പുരസ്കാരവും അറിയിച്ചു കൊടുക്കുന്നു. പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് ഡോക്ടർ മറിയ ഉമ്മൻ അഭിപ്രായപ്പെട്ടു. ഉമ്മൻചാണ്ടി നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും ഉമ്മൻചാണ്ടിയുടെ പ്രവൃത്തി കണ്ട് ആയിരക്കണക്കിന് ഉമ്മൻചാണ്ടിമാർ ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതെന്നും ഇത് കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഞങ്ങൾക്ക് ഊർജം പകരുന്നുവെന്നും മറിയ ഉമ്മൻ പറഞ്ഞു.
കേരള സ്റ്റേറ്റ് എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ പുനലൂർ ആശാഭവനിൽ നടത്തിയ ഉമ്മൻചാണ്ടി സ്നേഹസംഗമവും സ്നേഹവിരുന്നും പുരസ്കാര വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മറിയ ഉമ്മൻ. യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് S.E. സഞ്ജയ് ഖാൻ അധ്യക്ഷത വഹിച്ചു. നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ശരീരം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഒരു വർഷം തികയുകയാണ്. ഈ സാഹചര്യത്തിൽ ആശാഭവനിൽ കേരള സ്റ്റേറ്റ് എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു സ്നേഹ സംഗമവും സ്നേഹ വിരുന്നും സംഘടിപ്പിക്കുകയാണ്. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ വാക്കുകൾ ഇടറും. കാരണം സാറുമായി ഒന്നിച്ചുള്ള യാത്രകളും സാറിനോടൊപ്പം സാറ് എനിക്ക് പകർന്നു നൽകിയിട്ടുള്ള സ്നേഹവും എനിക്ക് മറക്കാൻ കഴിയാത്തതാണ്. അത് തന്നെയാണ് രാജ്യത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് സാറ് പലപ്പോഴും ജീവിതവും ജീവനും ഒക്കെയായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന കാലത്തൊട്ട് ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ പോകുമ്പോൾ നിരവധി അനുഭവങ്ങൾ. കുഞ്ഞുങ്ങളോട് സാറിന് പ്രത്യേക വാത്സല്യമാണുള്ളത്. ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. കുളത്തൂപ്പുഴയിൽ ഒരു കുഞ്ഞ് 12 വയസ്സുള്ള ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു കുഞ്ഞ്, അതിൻ്റെ അമ്മയും എന്നെ വിളിക്കുകയാണ്. ഞാൻ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമായി ചന്ദനക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുകയും ചന്ദനക്കാവിൽ ചെന്നപ്പോൾ മനസ്സിലാവുന്നത് ഈ 12 വയസ്സുള്ള കുഞ്ഞിനെ എല്ല് പൊടിഞ്ഞു പോകുന്ന രോഗമാണ്. ആ എല്ല് പൊടിഞ്ഞു പോകുന്ന രോഗമുള്ള കുഞ്ഞിനെ അമ്മ ഒക്കത്തിരുത്തി എടുത്ത് 1/2 കിലോമീറ്റർ ദൂരത്ത് വയലിലൂടെ പോയി ആ വീട്ടിലെത്തിക്കുകയും വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ തിരിച്ചു കൊണ്ടുവന്ന് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറ്റി ഏതൊരു 10 കിലോമീറ്റർ ഇപ്പുറമുള്ള സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിക്കുകയും ആ സ്കൂളിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ അമ്മ കുഞ്ഞിനോടൊപ്പം ഇരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച വളരെ ഹൃദയഭേദകരമാണ്. അത് അവര് വളരെ അസ്വസ്ഥമായി നമ്മളോട് പറയുമ്പോൾ ഞാൻ ഉമ്മൻചാണ്ടി സാറിനോട് അവരോട് ആപ്ലിക്കേഷൻ വാങ്ങിക്കൊണ്ട് ചെന്നിട്ട് ഉമ്മൻചാണ്ടി സാറിനോട് പറഞ്ഞപ്പോൾ എന്നോട് ഇതിൽ എന്ത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ കുഞ്ഞിന്റെ വീട്ടിലേക്ക് പോകാൻ വഴി വേണം. രണ്ടാമത് ഈ കുഞ്ഞിനെ അമ്മയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകുന്നതിനൊരു മുച്ചക്ര വാഹനം വേണം. മൂന്നാമത് ഈ കുഞ്ഞിന് ചികിത്സാ സഹായം വേണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മുച്ചക്ര വാഹനം വാങ്ങാൻ കഴിയില്ല, വഴി ഞാൻ അനുവദിക്കാമെന്ന് പറഞ്ഞ് അപ്പോഴും തന്നെ അപേക്ഷയിൽ പുറത്ത് വഴി അനുവദിച്ചു. രണ്ടാമത് 3 ലക്ഷം രൂപ ചികിത്സാ സഹായം അനുവദിച്ചിട്ട് 1 ലക്ഷം രൂപ കൊടുത്ത കുട്ടി. ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ ഉമ്മൻചാണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തി. ഉമ്മൻചാണ്ടി സാറ് സഞ്ജയ് ഖാൻ ഒരുപാട് സ്നേഹം നൽകി. ഒരു പക്ഷേ സഞ്ജയ് ഖാന് അസംബ്ലിയിൽ മത്സരിക്കാൻ അവസരം ഒരുക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായതുകൊണ്ട് എനിക്ക് നല്ലതാണ്. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് സഞ്ജയ് ഖാന്റെ ശബ്ദം നമ്മുടെ നിയമസഭയിൽ മുഴങ്ങുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി മുഴങ്ങുന്നത് കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഉമ്മൻചാണ്ടി സാറുമായി എനിക്ക് എൻ്റെ ചെറിയ പ്രായത്തിൽ നേരത്തെ 1984 മുതൽ എനിക്ക് അദ്ദേഹവുമായി ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സംഘടനാ സമ്മേളനങ്ങളിൽ വിളിക്കുവാനാണ് ഞാൻ പോയിട്ടുള്ളത്. അവസാനം അദ്ദേഹത്തിനെ ഗാന്ധി ഭവനിൽ വരുന്നതുവരെ, അതായത് ഇപ്പോൾ ഏതാണ്ട് 1.25 വർഷം മുമ്പ് ആണ് അദ്ദേഹം അവസാനിക്കുക. അന്ന് വരെ അദ്ദേഹത്തെ അടിക്കടി കാണുമായിരുന്നു. അതുപോലെ അദ്ദേഹത്തെ 70 തവണ ഞാൻ കാണാൻ പോയിട്ടുണ്ട്. അദ്ദേഹം 20ഓളം തവണ ഗാന്ധി ഭവനിൽ എത്തിയിട്ടുണ്ട്. യോഗത്തിൽ കോൺഗ്രസ് INTUC നേതാക്കന്മാരായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി R. ശിവകുമാർ, യൂണിയൻ വൈസ് പ്രസിഡന്റ് D. പ്രിൻസ്, ജനറൽ സെക്രട്ടറി C. ചെല്ലപ്പൻ, സെക്രട്ടറി B. അശോക് കുമാർ, രാധാകൃഷ്ണൻ, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരായ ഷെമി അസീസ്, S. നാസർ, N. അജീഷ്, രഞ്ജിനി സൂര്യകുമാർ, മാരാൻകോട് സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ബിനീഷ് ജോസഫ്, ഷിഹാബ്, മോഹനൻ ചാലിയക്കര, മഞ്ജു ശ്രീജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉമ്മൻചാണ്ടി പുരസ്കാരം ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഡോക്ടർ പുനലൂർ സോമരാജൻ, വർഗീസ് എബ്രഹാം, ആശാഭവൻ ഡയറക്ടർ, ആതുര സേവന രംഗത്ത് ഡോക്ടർ മുഹമ്മദ് ഷാഫി, ഡോക്ടർ ഷേർലി ശങ്കർ, സാഹിത്യകാരി ബദരി പുനലൂർ തുടങ്ങിയവർക്ക് ഉമ്മൻചാണ്ടി പുരസ്കാരം ഡോക്ടർ മറിയ ഉമ്മൻ നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പൊതുപ്രവർത്തകൻ ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കുന്നതിൽ അഭിമാനമെന്ന് ഡോക്ടർ മറിയ ഉമ്മൻ. പുനലൂർ ആശാഭവനിൽ വെച്ച് നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മകൾ കൂടിയായ
ഡോക്ടർ മറിയ ഉമ്മൻ. എല്ലാവർക്കും അദ്ദേഹത്തിൽ മാത്രമാണ് ഇത് അവരുടെ പറയുന്ന നല്ല നല്ല വാക്കുകൾ അതിൽ ഇന്നലേക്ക് മനസ്സിലാവുന്നത് അപ്പോൾ എങ്ങനെ ആ ഓരോ മൂല്യങ്ങളുള്ളത് ജനങ്ങളിടയിലേക്ക് ഇറങ്ങി തരുമ്പോഴുള്ള ആ ഒരു എനർജി ഭയങ്കരമാണ്. ഇന്ന് എനിക്ക് കിട്ടുന്നത് അപ്പോഴുള്ള സ്നേഹമാണ് എനിക്ക് കിട്ടുന്നതെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. എന്തായാലും ഇവിടെ ഇങ്ങനെ വരാനും ഇവിടെ എല്ലാം കാണാനും എനിക്കൊരു മാതൃക ഇവിടുത്തെ ഏറ്റവും എനിക്കുള്ളത് അപ്പയ്ക്കുള്ളതാണ്. ഞാനത് കുടുംബത്തിലെ 4 പേർക്കും കിട്ടുന്നത് അപ്പയ്ക്കുള്ള ആദരം മാത്രമാണ്. എന്തായാലും അതെല്ലാം നമ്മൾ നന്ദി പറയുന്നു. ഇവിടെ വരാൻ കുറച്ച് സമയം നിങ്ങളോട് സ്പെൻഡ് ചെയ്യാൻ വിദ്യ കല്യാണങ്ങളോട് നന്ദി പറയുന്നു. എല്ലാവർക്കും നേരത്തെ സ്നേഹവും പുരസ്കാരവും പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് ഡോക്ടർ മറിയ ഉമ്മൻ അഭിപ്രായപ്പെട്ടു. ഉമ്മൻചാണ്ടി നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും ഉമ്മൻചാണ്ടിയുടെ പ്രവൃത്തി കണ്ട് ആയിരക്കണക്കിന് ഉമ്മൻചാണ്ടിമാർ ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതെന്നും ഇത് കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഞങ്ങൾക്ക് ഊർജം പകരുന്നുവെന്നും മറിയ ഉമ്മൻ പറഞ്ഞു. കേരള സ്റ്റേറ്റ് എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ പുനലൂർ ആശാഭവനിൽ നടത്തിയ ഉമ്മൻചാണ്ടി സ്നേഹ സംഗമവും സ്നേഹവിരുന്നും പുരസ്കാര വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മറിയ ഉമ്മൻ. യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് SE സഞ്ജയ് ഖാൻ അധ്യക്ഷത വഹിച്ചു. നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ശരീരം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 1 വർഷം തികയുകയാണ്. ഈ സാഹചര്യത്തിൽ ആശാഭവനിൽ കേരള സ്റ്റേറ്റ് എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ IMUCയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു സ്നേഹ സംഗമവും സ്നേഹ വിരുന്നും സംഘടിപ്പിക്കുകയാണ്. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ വാക്കുകൾ ഇടറും. കാരണം സാറുമായി ഒന്നിച്ചുള്ള യാത്രകളും സാറിനോടൊപ്പം സാറ് എനിക്ക് പകർന്നു നൽകിയിട്ടുള്ള സ്നേഹവും എനിക്ക് മറക്കാൻ കഴിയാത്തതാണ്. അതുതന്നെയാണ് രാജ്യത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് സാറ് പലപ്പോഴും ജീവിതവും ജീവനും ഒക്കെയായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന കാലത്തൊട്ട് ബഹുമാന്യ ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ പോകുമ്പോൾ നിരവധി അനുഭവങ്ങൾ. കുഞ്ഞുങ്ങളോട് സാറിന് പ്രത്യേക വാത്സല്യമാണല്ലോ. ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. കുളത്തൂപ്പുഴയിൽ ഒരു കുഞ്ഞ് 12 വയസ്സുള്ള ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു കുഞ്ഞ്, അതിൻ്റെ അമ്മയും എന്നെ വിളിക്കുകയാണ്. ഞാൻ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമായി ചന്ദനക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുകയും ചന്ദനക്കാവിൽ ചെന്നപ്പോൾ മനസ്സിലാവുന്നത് ഈ 12 വയസ്സുള്ള കുഞ്ഞിനെ എല്ല് പൊടിഞ്ഞു പോകുന്ന രോഗമാണ്. ആ എല്ല് പൊടിഞ്ഞു പോകുന്ന രോഗമുള്ള കുഞ്ഞിനെ അമ്മ ഒക്കത്തിരുത്തി എടുത്ത് 1/2 കിലോമീറ്റർ ദൂരത്ത് വയലിലൂടെ പോയി ആ വീട്ടിലെത്തിക്കുകയും വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ തിരിച്ചു കൊണ്ടുവന്ന് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറ്റി ഏതൊരു 10 കിലോമീറ്റർ ഇപ്പുറമുള്ള സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിക്കുകയും ആ സ്കൂളിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ അമ്മ കുഞ്ഞിനോടൊപ്പം ഇരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച വളരെ ഹൃദയഭേദകരമാണ്. അത് അവര് വളരെ അസ്വസ്ഥമായി നമ്മളോട് പറയുമ്പോൾ ഞാൻ ഉമ്മൻചാണ്ടി സാറിനോട് അവരോട് ആപ്ലിക്കേഷൻ വാങ്ങിക്കൊണ്ട് ചെന്നിട്ട് ഉമ്മൻചാണ്ടി സാറിനോട് പറഞ്ഞപ്പോൾ എന്നോട് ഇതിൽ എന്ത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ കുഞ്ഞിന്റെ വീട്ടിലേക്ക് പോകാൻ വഴി വേണം. രണ്ടാമത് ഈ കുഞ്ഞിനെ അമ്മയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകുന്നതിനൊരു മുച്ചക്ര വാഹനം വേണം. മൂന്നാമത് ഈ കുഞ്ഞിന് ചികിത്സാ സഹായം വേണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മുച്ചക്ര വാഹനം വാങ്ങാൻ കഴിയില്ല, വഴി ഞാൻ അനുവദിക്കാമെന്ന് പറഞ്ഞ് അപ്പോഴും തന്നെ അപേക്ഷയിൽ പുറത്ത് വഴി അനുവദിച്ചു. രണ്ടാമത് 3 ലക്ഷം രൂപ ചികിത്സാ സഹായം അനുവദിച്ചിട്ട് 1 ലക്ഷം രൂപ കൊടുത്താൽ കുട്ടി. ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ ഉമ്മൻചാണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തി. ഉമ്മൻചാണ്ടി സാർ സഞ്ജയ് ഖാൻ സ്നേഹം നൽകി. ഒരു പക്ഷേ സഞ്ജയ് ഖാന് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ഒരുക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായതുകൊണ്ട് എനിക്ക് നല്ലതാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് സഞ്ജയ് ഖാന്റെ ശബ്ദം നമ്മുടെ നിയമസഭയിൽ മുഴങ്ങുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി മുഴങ്ങുന്നത് കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഉമ്മൻചാണ്ടി സാറുമായി എനിക്ക് എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ 1984 മുതൽ എനിക്ക് അദ്ദേഹവുമായി ഒരു ആത്മാർത്ഥമുണ്ടായിരുന്നു. ഞാൻ വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന കാലത്ത്
അദ്ദേഹത്തിൻ്റെ സംഘടനാ സമ്മേളനത്തിൽ വിളിക്കുവാനാണ് ഞാൻ പോയിട്ടുള്ളത്. അവസാനം അദ്ദേഹത്തിനെ ഗാന്ധി ഭവനിൽ എഴുതുന്നതുവരെ, അതായത് ഇപ്പോൾ ഏതാണ്ട് 1.25 വർഷം മുമ്പ് ആണ് അദ്ദേഹം അവസാനിക്കുക. അന്ന് വരെ അദ്ദേഹത്തെ അടിക്കടി കാണുമായിരുന്നു. അതുപോലെ അദ്ദേഹത്തെ 70 തവണ ഞാൻ കാണാൻ പോയിട്ടുണ്ട്. അദ്ദേഹം 20ഓളം തവണ ഗാന്ധി ഭവനിൽ എത്തിയിട്ടുണ്ട്. യോഗത്തിൽ കോൺഗ്രസ് INTUC നേതാക്കന്മാരായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി R. ശിവകുമാർ, യൂണിയൻ വൈസ് പ്രസിഡന്റ് D. പ്രിൻസ്, ജനറൽ സെക്രട്ടറി C. ചെല്ലപ്പൻ, സെക്രട്ടറി B. അശോക് കുമാർ, രാധാകൃഷ്ണൻ, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരായ ഷെമി അസീസ്, S. നാസർ, N. അജീഷ്, രഞ്ജിനി സൂര്യകുമാർ, മാരാൻകോട് സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ബിനീഷ് ജോസഫ്, ഷിഹാബ്, മോഹനൻ ചാലിയക്കര, മഞ്ജു ശ്രീജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉമ്മൻചാണ്ടി പുരസ്കാരം ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഡോക്ടർ പുനലൂർ സോമരാജൻ, വർഗീസ് എബ്രഹാം, ആശാഭവൻ ഡയറക്ടർ, ആതുര സേവന രംഗത്ത് ഡോക്ടർ മുഹമ്മദ് ഷാഫി, ഡോക്ടർ ഷേർലി ശങ്കർ, സാഹിത്യകാരി ബദരി പുനലൂർ തുടങ്ങിയവർക്ക് ഉമ്മൻചാണ്ടി പുരസ്കാരം ഡോക്ടർ മറിയ ഉമ്മൻ നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പൊതുപ്രവർത്തകൻ ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കുന്നതിൽ അഭിമാനമെന്ന് ഡോക്ടർ മറിയ ഉമ്മൻ. പുനലൂർ ആശാഭവനിൽ വെച്ച് നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മകൾ കൂടിയായ ഡോക്ടർ മറിയ ഉമ്മൻ. അപ്പോഴുള്ള സ്നേഹമാണ് കിട്ടുന്നത് തിരിച്ചറിയുന്നത്. ഇവിടെ ഇങ്ങനെ വരാനും ഇവിടെ എല്ലാം കാണാനും എനിക്കൊരു മാതൃക അതിനുള്ള ഏറ്റവും അത് എനിക്കുള്ളത് അപ്പയ്ക്കുള്ളതാണ്. ഞാനത് കുടുംബത്തിലെ 4 പേർക്കും കിട്ടുന്നത് അപ്പയ്ക്കുള്ള ആദരം മാത്രമാണ്. എന്തായാലും അതെല്ലാം നന്ദി പറയുന്നു. ഇവിടെ വരാൻ കുറച്ച് സമയം നിങ്ങളോട് നന്ദി പറയുന്നു. എല്ലാവർക്കും പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് ഡോക്ടർ മറിയ ഉമ്മൻ അഭിപ്രായപ്പെട്ടു. ഉമ്മൻചാണ്ടി നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും ഉമ്മൻചാണ്ടിയുടെ പ്രവൃത്തി കണ്ട് ആയിരക്കണക്കിന് ഉമ്മൻചാണ്ടിമാർ ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതെന്നും ഇത് കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഞങ്ങൾക്ക് ഊർജം പകരുന്നുവെന്നും മറിയ ഉമ്മൻ പറഞ്ഞു. കേരള സ്റ്റേറ്റ് എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ പുനലൂർ ആശാഭവനിൽ നടത്തിയ ഉമ്മൻചാണ്ടി സ്നേഹസംഗമവും സ്നേഹവിരുന്നും പുരസ്കാര വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മറിയ ഉമ്മൻ. യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് S. E. സഞ്ജയ് ഖാൻ അധ്യക്ഷത വഹിച്ചു. നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ശരീരം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 1 വർഷം തികയുകയാണ്. ഈ സാഹചര്യത്തിൽ ആശാഭവനിൽ കേരള സ്റ്റേറ്റ് എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു സ്നേഹ സംഗമവും സ്നേഹ വിരുന്നും സംഘടിപ്പിക്കുകയാണ്. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ വാക്കുകൾ ഇടറും. കാരണം സാറുമായി ഒന്നിച്ചുള്ള യാത്രകളും സാറിനോടൊപ്പം സാറ് എനിക്ക് പകർന്നു നൽകിയിട്ടുള്ള സ്നേഹവും എനിക്ക് മറക്കാൻ കഴിയാത്തതാണ്. അത് തന്നെയാണ് രാജ്യത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് സാറ് പലപ്പോഴും ജീവിതവും ജീവനും ഒക്കെയായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന കാലം തൊട്ട് ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ പോകുമ്പോൾ നിരവധി അനുഭവങ്ങൾ. കുഞ്ഞുങ്ങളോട് സാറിന് പ്രത്യേക വാത്സല്യമാണുള്ളത്. ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. കുളത്തൂപ്പുഴയിൽ ഒരു കുഞ്ഞ് 12 വയസ്സുള്ള ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് അതിൻ്റെ അമ്മയും എന്നെ വിളിക്കുകയാണ്. ഞാൻ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമായി ചന്ദനക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുകയും
ചന്ദനക്കാവിൽ ചെന്നപ്പോ മനസ്സിലാവുന്നത് ഈ 12 വയസ്സുള്ള കുഞ്ഞിനെ എല്ല് പൊടിഞ്ഞു പോകുന്ന രോഗമാണ്. ആ എല്ല് പൊടിഞ്ഞു പോകുന്ന രോഗമുള്ള കുഞ്ഞിനെ അമ്മ ഒക്കത്തിരുത്തി എടുത്ത് 1/2 കിലോമീറ്റർ ദൂരത്ത് വയലിലൂടെ പോയി ആ വീട്ടിലെത്തിക്കുകയും വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ തിരിച്ചു കൊണ്ടുവന്ന് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറ്റി ഏതൊരു 10 കിലോമീറ്റർ ഇപ്പുറമുള്ള സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിക്കുകയും ആ സ്കൂളിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ അമ്മ കുഞ്ഞിനോടൊപ്പം ഇരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച വളരെ ഹൃദയവേദനകരമാണ്. അത് അവര് വളരെ അസ്വസ്ഥമായി നമ്മളോട് പറയുമ്പോൾ ഞാൻ ഉമ്മൻചാണ്ടി സാറിനോട് അവരോട് ആപ്ലിക്കേഷൻ വാങ്ങിക്കൊണ്ട് ചെന്നിട്ട് ഉമ്മൻചാണ്ടി സാറിനോട് പറഞ്ഞപ്പോൾ എന്നോട് ഇതിൽ എന്ത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ കുഞ്ഞിന്റെ വീട്ടിലേക്ക് പോകാൻ വഴി വേണം, രണ്ടാമത് ഈ കുഞ്ഞിനെ അമ്മയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകുന്നതിനൊരു മുച്ചക്ര വാഹനം വേണം, മൂന്നാമത് ഈ കുഞ്ഞിന് ചികിത്സാ സഹായം വേണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു മുച്ചക്ര വാഹനം വാങ്ങാൻ കഴിയില്ല, വഴി ഞാൻ അനുവദിക്കാമെന്ന് പറഞ്ഞ് അപ്പോഴും തന്നെ അപേക്ഷയിൽ പുറത്ത് വഴി അനുവദിച്ചു. രണ്ടാമത് 3 ലക്ഷം രൂപ ചികിത്സാ സഹായം അനുവദിച്ചിട്ട് 1 ലക്ഷം രൂപ കൊടുത്ത കുട്ടി. ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ ഉമ്മൻചാണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തി. ഉമ്മൻചാണ്ടി സാറ് സഞ്ജയ്ക്കാരനോട് സ്നേഹം നൽകി. ഒരു പക്ഷേ സഞ്ജയ്ക്കാരന് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ഒരുക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായതുകൊണ്ട് എനിക്ക് നല്ലതാണ്. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് സഞ്ജയ്ക്കാരൻ്റെ ശബ്ദം നമ്മുടെ നിയമസഭയിൽ മുഴങ്ങുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി മുഴങ്ങുന്നത് കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഉമ്മൻചാണ്ടി സാറുമായി എനിക്ക് ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഏതാണ്ട് 1984 മുതൽ എനിക്ക് അദ്ദേഹവുമായി ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സംഘടനാ സമ്മേളനങ്ങളിൽ വിളിക്കുവാനാണ് ഞാൻ പോയിട്ടുള്ളത്. അവസാനം അദ്ദേഹത്തിനെ ഗാന്ധി ഭവനിൽ വരുന്നത് വരെ, അതായത് ഇപ്പോൾ ഏതാണ്ട് 1.25 വർഷം മുമ്പ് ആണ് അദ്ദേഹം അവസാനിക്കുക. അന്ന് വരെ അദ്ദേഹത്തെ അടിക്കടി കാണുമായിരുന്നു. അതുപോലെ അദ്ദേഹത്തെ 70 തവണ ഞാൻ കാണാൻ പോയിട്ടുണ്ട്. അദ്ദേഹം 20ഓളം തവണ ഗാന്ധി ഭവനിൽ എത്തിയിട്ടുണ്ട്. യോഗത്തിൽ കോൺഗ്രസ് INTUC നേതാക്കന്മാരായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി R ശിവകുമാർ, യൂണിയൻ വൈസ് പ്രസിഡന്റ് D പ്രിൻസ്, ജനറൽ സെക്രട്ടറി C ചെല്ലപ്പൻ, സെക്രട്ടറി B അശോക് കുമാർ, രാധാകൃഷ്ണൻ, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരായ ഷെമി അസീസ്, S നാസർ, N അജീഷ്, രഞ്ജിനി സൂര്യകുമാർ, മാരാൻകോട് സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ബിനീഷ് ജോസഫ്, ഷിഹാബ്, മോഹനൻ ചാലിയക്കര, മഞ്ജു ശ്രീജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉമ്മൻചാണ്ടി പുരസ്കാരം ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഡോക്ടർ പുനലൂർ സോമരാജൻ, വർഗീസ് എബ്രഹാം, ആശാഭവൻ ഡയറക്ടർ, ആതുര സേവന രംഗത്ത് ഡോക്ടർ മുഹമ്മദ് ഷാഫി, ഡോക്ടർ ഷേർലി ശങ്കർ, സാഹിത്യകാരി ബദരി പുനലൂർ തുടങ്ങിയവർക്ക് ഉമ്മൻചാണ്ടി പുരസ്കാരം ഡോക്ടർ മറിയ ഉമ്മൻ നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പൊതുപ്രവർത്തകൻ ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കുന്നതിൽ അഭിമാനമെന്ന് ഡോക്ടർ മറിയ ഉമ്മൻ. പുനലൂർ ആശാഭവനിൽ വെച്ച് നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മകൾ കൂടിയായ ഡോക്ടർ മറിയ ഉമ്മൻ. പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് ഡോക്ടർ മറിയ ഉമ്മൻ അഭിപ്രായപ്പെട്ടു. ഉമ്മൻചാണ്ടി നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും ഉമ്മൻചാണ്ടിയുടെ പ്രവൃത്തി കണ്ട് ആയിരക്കണക്കിന് ഉമ്മൻചാണ്ടിമാർ ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതെന്നും ഇത് കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഞങ്ങൾക്ക് ഊർജം പകരുന്നുവെന്നും മറിയ ഉമ്മൻ പറഞ്ഞു.
കേരള സ്റ്റേറ്റ് എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ പുനലൂർ ആശാഭവനിൽ നടത്തിയ ഉമ്മൻചാണ്ടി സ്നേഹ സംഗമവും സ്നേഹവിരുന്നും പുരസ്കാര വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മറിയ ഉമ്മൻ. യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് SE സഞ്ജയ് ഖാൻ അധ്യക്ഷത വഹിച്ചു. നമ്മളെ വിട്ടു പിരിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ശരീരം നമ്മളെ വിട്ടു പിരിഞ്ഞിട്ട് 1 വർഷം തികയുകയാണ്. ഈ സാഹചര്യത്തിൽ ആശാഭവനിൽ കേരള സ്റ്റേറ്റ് എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു സ്നേഹ സംഗമവും സ്നേഹ വിരുന്നും സംഘടിപ്പിക്കുകയാണ്. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ വാക്കുകൾ ഇടറും. കാരണം സാറുമായി ഒന്നിച്ചുള്ള യാത്രകളും സാറിനോടൊപ്പം സാറ് എനിക്ക് പകർന്നു നൽകിയിട്ടുള്ള സ്നേഹവും എനിക്ക് മറക്കാൻ കഴിയാത്തതാണ്. അത് തന്നെയാണ് രാജ്യത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് സാറ് പലപ്പോഴും ജീവിതവും ജീവനും ഒക്കെയായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന കാലത്തൊട്ട് ബഹുമാന്യ ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ പോകുമ്പോൾ നിരവധി അനുഭവങ്ങൾ. കുഞ്ഞുങ്ങളോട് സാറിന് പ്രത്യേക വാത്സല്യമാണുള്ളത്. ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. കുളത്തൂപ്പുഴയിൽ ഒരു കുഞ്ഞ് 12 വയസ്സുള്ള ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു കുഞ്ഞ്, അതിൻ്റെ അമ്മയും എന്നെ വിളിക്കുകയാണ്. ഞാൻ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമായി ചന്ദനക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുകയും ചന്ദനക്കാവിൽ ചെന്നപ്പോൾ മനസ്സിലാവുന്നത് ഈ 12 വയസ്സുള്ള കുഞ്ഞിനെ എല്ല് പൊടിഞ്ഞു പോകുന്ന രോഗമാണ്. ആ എല്ല് പൊടിഞ്ഞു പോകുന്ന രോഗമുള്ള കുഞ്ഞിനെ അമ്മ ഒക്കത്തിരുത്തി എടുത്ത് 1/2 കിലോമീറ്റർ ദൂരത്ത് വയലിലൂടെ പോയി ആ വീട്ടിലെത്തിക്കുകയും വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ തിരിച്ചു കൊണ്ടുവന്ന് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറ്റി ഏതൊരു 10 കിലോമീറ്റർ ഇപ്പുറമുള്ള സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിക്കുകയും ആ സ്കൂളിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ അമ്മ കുഞ്ഞിനോടൊപ്പം ഇരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച വളരെ ഹൃദയഭേദകരമാണ്. അത് അവര് വളരെ അസ്വസ്ഥമായി നമ്മളോട് പറയുമ്പോൾ ഞാൻ ഉമ്മൻചാണ്ടി സാറിനോട് അവരോട് ആപ്ലിക്കേഷൻ വാങ്ങിക്കൊണ്ട് ചെന്നിട്ട് ഉമ്മൻചാണ്ടി സാറിനോട് പറഞ്ഞപ്പോൾ എന്നോട് ഇതിൽ എന്ത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ കുഞ്ഞിന്റെ വീട്ടിലേക്ക് പോകാൻ വഴി വേണം. രണ്ടാമത് ഈ കുഞ്ഞിനെ അമ്മയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകുന്നതിനൊരു മുച്ചക്ര വാഹനം വേണം. മൂന്നാമത് ഈ കുഞ്ഞിന് ചികിത്സാ സഹായം വേണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മുച്ചക്ര വാഹനം വാങ്ങാൻ കഴിയില്ല, വഴി ഞാൻ അനുവദിക്കാമെന്ന് പറഞ്ഞ് അപ്പോഴും തന്നെ അപേക്ഷയിൽ പുറത്ത് വഴി അനുവദിച്ചു. രണ്ടാമത് 3 ലക്ഷം രൂപ ചികിത്സാ സഹായം അനുവദിച്ചിട്ട് 1 ലക്ഷം രൂപ കൊടുത്ത കുട്ടി. ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ ഉമ്മൻചാണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തി. ഉമ്മൻചാണ്ടി സാറ് സഞ്ജയ് ഖാൻ ഒരുപാട് സ്നേഹം നൽകി. ഒരു പക്ഷേ സഞ്ജയ് ഖാന് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ഒരുക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായതുകൊണ്ട് എനിക്ക് നല്ലതാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് സഞ്ജയ് ഖാന്റെ ശബ്ദം നമ്മുടെ നിയമസഭയിൽ മുഴങ്ങുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി മുഴങ്ങുന്നത് കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഉമ്മൻചാണ്ടി സാറുമായി എനിക്ക് എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ 1984 മുതൽ എനിക്ക് അദ്ദേഹവുമായി ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. ഞാൻ വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സംഘടനാ സമ്മേളനങ്ങളിൽ വിളിക്കുവാനാണ് ഞാൻ പോയിട്ടുള്ളത്. അവസാനം അദ്ദേഹത്തിനെ ഗാന്ധിഭവനിൽ എഴുതുന്നതുവരെ, അതായത് ഇപ്പോൾ ഏതാണ്ട് 1.25 വർഷം മുമ്പ് ആണ് അദ്ദേഹം അവസാനിക്കുക. അന്ന് വരെ അദ്ദേഹത്തെ അടിക്കടി കാണുമായിരുന്നു. അതുപോലെ അദ്ദേഹത്തെ 20 തവണ ഞാൻ കാണാൻ പോയിട്ടുണ്ട്. അദ്ദേഹം 20ഓളം തവണ ഗാന്ധിഭവനിൽ എത്തിയിട്ടുണ്ട്. യോഗത്തിൽ കോൺഗ്രസ് INTUC നേതാക്കന്മാരായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി R ശിവകുമാർ, യൂണിയൻ വൈസ് പ്രസിഡന്റ് D പ്രിൻസ്, ജനറൽ സെക്രട്ടറി C ചെല്ലപ്പൻ, സെക്രട്ടറി B അശോക് കുമാർ, രാധാകൃഷ്ണൻ, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരായ ഷെമി അസീസ്, S നാസർ, N അജീഷ്, രഞ്ജിനി സൂര്യകുമാർ, മാരാൻകോട് സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ബിനീഷ് ജോസഫ്, ഷിഹാബ്, മോഹനൻ ചാലിയക്കര, മഞ്ജു ശ്രീജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉമ്മൻചാണ്ടി പുരസ്കാരം ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഡോക്ടർ പുനലൂർ സോമരാജൻ, വർഗീസ് എബ്രഹാം ആശാഭവൻ ഡയറക്ടർ, ആതുര സേവന രംഗത്ത് ഡോക്ടർ മുഹമ്മദ് ഷാഫി, ഡോക്ടർ ഷേർലി ശങ്കർ, സാഹിത്യകാരി ബദരി പുനലൂർ തുടങ്ങിയവർക്ക് ഉമ്മൻചാണ്ടി പുരസ്കാരം ഡോക്ടർ മറിയ ഉമ്മൻ നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പൊതുപ്രവർത്തകൻ ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കുന്നതിൽ അഭിമാനമെന്ന് ഡോക്ടർ മറിയ ഉമ്മൻ. പുനലൂർ ആശാഭവനിൽ വെച്ച് നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മകൾ കൂടിയായ
ഡോക്ടർ മറിയ ഉമ്മൻ. അപ്പയോടുള്ള സ്നേഹമാണ് എനിക്ക് കിട്ടുന്നത്. തിരിച്ചറിയുന്നത് ഇവിടെ ഇങ്ങനെ വരാനും ഇവിടെ എല്ലാം കാണാനും എനിക്കൊരു മാതൃക അതിനുള്ള ഏറ്റവും എനിക്കുള്ളത് അപ്പയ്ക്കുള്ളതാണ്. എനിക്ക് ഞാനത് കുടുംബത്തിലെ 4 പേർക്കും കിട്ടുന്നത് അപ്പയ്ക്കുള്ള ആദരം മാത്രമാണ്. എന്തായാലും അവരെല്ലാം നന്ദി പറയുന്നു. ഇവിടെ വരാൻ കുറച്ച് സമയം നിങ്ങളോട് സ്പെൻഡ് ചെയ്യാൻ വിദ്യാഭ്യാസ നന്ദി പറയുന്നു. എല്ലാവർക്കും അഭിവാദ്യത്തെ സ്നേഹവും പുരസ്കാര വിതരണവും എന്നാണ് ഇവരെ അറിയിച്ചുകൊണ്ടുവരുന്നത്. പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് ഡോക്ടർ മറിയ ഉമ്മൻ അഭിപ്രായപ്പെട്ടു. ഉമ്മൻചാണ്ടി നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും ഉമ്മൻചാണ്ടിയുടെ പ്രവൃത്തി കണ്ട് ആയിരക്കണക്കിന് ഉമ്മൻചാണ്ടിമാർ ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതെന്നും ഇത് കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഞങ്ങൾക്ക് ഊർജം പകരുന്നുവെന്നും മറിയ ഉമ്മൻ പറഞ്ഞു. കേരള സ്റ്റേറ്റ് എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ പുനലൂർ ആശാഭവനിൽ നടത്തിയ ഉമ്മൻചാണ്ടി സ്നേഹസംഗമവും സ്നേഹവിരുന്നും പുരസ്കാര വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മറിയ ഉമ്മൻ. യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് SE സഞ്ജയ് ഖാൻ അധ്യക്ഷത വഹിച്ചു. നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ശരീരം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 1 വർഷം തികയുകയാണ്. ഈ സാഹചര്യത്തിൽ ആശാഭവനിൽ കേരള സ്റ്റേറ്റ് എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ IMBCയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു സ്നേഹ സംഗമവും സ്നേഹ വിരുന്നും സംഘടിപ്പിക്കുകയാണ്. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ വാക്കുകൾ ഇടറും. കാരണം സാറുമായി ഒന്നിച്ചുള്ള യാത്രകളും സാറിനോടൊപ്പം സാറ് എനിക്ക് പകർന്നു നൽകിയിട്ടുള്ള സ്നേഹവും എനിക്ക് മറക്കാൻ കഴിയാത്തതാണ്. അത് തന്നെയാണ് രാജ്യത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് സാറ് പലപ്പോഴും ജീവിതവും ജീവനും ഒക്കെയായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന കാലം തൊട്ട് ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ പോകുമ്പോൾ നിരവധി അനുഭവങ്ങൾ. കുഞ്ഞുങ്ങളോട് സാറിന് പ്രത്യേക വാത്സല്യമാണുള്ളത്. ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. കുളത്തൂപ്പുഴയിൽ ഒരു കുഞ്ഞ് 12 വയസ്സുള്ള ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് അതിൻ്റെ അമ്മയും എന്നെ വിളിക്കുകയാണ്. ഞാൻ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമായി ചന്ദനക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുകയും ചന്ദനക്കാവിൽ ചെന്നപ്പോൾ മനസ്സിലാവുന്നത് ഈ 12 വയസ്സുള്ള കുഞ്ഞിനെ എല്ല് പൊടിഞ്ഞു പോകുന്ന രോഗമാണ്. ആ എല്ല് പൊടിഞ്ഞു പോകുന്ന രോഗമുള്ള കുഞ്ഞിനെ അമ്മ ഒക്കത്തിരുത്തി എടുത്ത് 1/2 കിലോമീറ്റർ ദൂരത്ത് വയലിലൂടെ പോയി ആ വീട്ടിലെത്തിക്കുകയും വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ തിരിച്ചു കൊണ്ടുവന്ന് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറ്റി ഏതൊരു 10 കിലോമീറ്റർ ഇപ്പുറമുള്ള സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിക്കുകയും ആ സ്കൂളിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ അമ്മ കുഞ്ഞിനോടൊപ്പം ഇരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച വളരെ ഹൃദയഭേദകരമാണ്. അത് അവര് വളരെ അസ്വസ്ഥമായി നമ്മളോട് പറയുമ്പോൾ ഞാൻ ഉമ്മൻചാണ്ടി സാറിനോട് അവരോട് ആപ്ലിക്കേഷൻ വാങ്ങിക്കൊണ്ട് ചെന്നിട്ട് ഉമ്മൻചാണ്ടി സാറിനോട് പറഞ്ഞപ്പോൾ എന്നോട് ഇതിൽ എന്ത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ കുഞ്ഞിന്റെ വീട്ടിലേക്ക് പോകാൻ വഴി വേണം. രണ്ടാമത് ഈ കുഞ്ഞിനെ അമ്മയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകുന്നതിനൊരു മുച്ചക്ര വാഹനം വേണം. മൂന്നാമത് ഈ കുഞ്ഞിന് ചികിത്സാ സഹായം വേണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു മുച്ചക്ര വാഹനം വാങ്ങാൻ കഴിയില്ല, വഴി ഞാൻ അനുവദിക്കാമെന്ന് പറഞ്ഞ് അപ്പോഴും തന്നെ അപേക്ഷയിൽ പുറത്ത് വഴി അനുവദിച്ചു. രണ്ടാമത് 3 ലക്ഷം രൂപ ചികിത്സാ സഹായം അനുവദിച്ചിട്ട് 1 ലക്ഷം രൂപ കൊടുത്ത കുട്ടി. ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ ഉമ്മൻചാണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തി. ഉമ്മൻചാണ്ടി സാറ് സഞ്ജയ് ഖാൻ ഒരുപാട് സ്നേഹം നൽകി. ഒരു പക്ഷേ സഞ്ജയ് ഖാന് അസംബ്ലിയിൽ മത്സരിക്കാൻ അവസരം ഒരുക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായതുകൊണ്ട് എനിക്ക് നല്ലതാണ്. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് സഞ്ജയ് ഖാന്റെ ശബ്ദം നമ്മുടെ നിയമസഭയിൽ മുഴങ്ങുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി മുഴങ്ങുന്നത് കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഉമ്മൻചാണ്ടി സാറുമായി എനിക്ക് ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ നേതാവ് 1984 മുതൽ എനിക്ക് അദ്ദേഹവുമായി ഒരു ആത്മാർത്ഥമുണ്ടായിരുന്നു. ഞാൻ വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന കാലത്ത്
അദ്ദേഹത്തിൻ്റെ സംഘടനാ സമ്മേളനത്തിൽ വിളിക്കുവാനാണ് ഞാൻ പോയിട്ടുള്ളത്. അവസാനം അദ്ദേഹത്തിനെ ഗാന്ധി ഭവനിൽ എത്തുന്നതുവരെ, അതായത് ഇപ്പോൾ ഏതാണ്ട് 1.25 വർഷം മുമ്പ് ആണ് അദ്ദേഹം അവസാനിക്കുക. അന്ന് വരെ അദ്ദേഹത്തെ അടിക്കടി കാണുമായിരുന്നു. അതുപോലെ അദ്ദേഹത്തെ 70 തവണ ഞാൻ കാണാൻ പോയിട്ടുണ്ട്. അദ്ദേഹം 20ഓളം തവണ ഗാന്ധി ഭവനിൽ എത്തിയിട്ടുണ്ട്. യോഗത്തിൽ കോൺഗ്രസ് INTUC നേതാക്കന്മാരായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി R. ശിവകുമാർ, യൂണിയൻ വൈസ് പ്രസിഡന്റ് D. പ്രിൻസ്, ജനറൽ സെക്രട്ടറി C. ചെല്ലപ്പൻ, സെക്രട്ടറി B. അശോക് കുമാർ, രാധാകൃഷ്ണൻ, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരായ ഷെമി അസീസ്, S. നാസർ, N. അജീഷ്, രഞ്ജിനി സൂര്യകുമാർ, മാരാൻകോട് സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ബിനീഷ് ജോസഫ്, ഷിഹാബ്, മോഹനൻ ചാലിയക്കര, മഞ്ജു ശ്രീജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉമ്മൻചാണ്ടി പുരസ്കാരം ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഡോക്ടർ പുനലൂർ സോമരാജൻ, വർഗീസ് എബ്രഹാം, ആശാഭവൻ ഡയറക്ടർ, ആതുര സേവന രംഗത്ത് ഡോക്ടർ മുഹമ്മദ് ഷാഫി, ഡോക്ടർ ഷേർലി ശങ്കർ, സാഹിത്യകാരി ബദരി പുനലൂർ തുടങ്ങിയവർക്ക് ഉമ്മൻചാണ്ടി പുരസ്കാരം ഡോക്ടർ മറിയ ഉമ്മൻ നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പൊതുപ്രവർത്തകൻ ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കുന്നതിൽ അഭിമാനമെന്ന് ഡോക്ടർ മറിയ ഉമ്മൻ. പുനലൂർ ആശാഭവനിൽ വെച്ച് നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മകൾ കൂടിയായ ഡോക്ടർ മറിയ ഉമ്മൻ. അപ്പോഴുള്ള സ്നേഹമാണ് എനിക്ക് കിട്ടുന്നത്. തിരിച്ചറിയുന്നത് ഇവിടെ ഇങ്ങനെ വരാനും ഇവിടെ എല്ലാം കാണാനും എനിക്കൊരു അതിനുള്ള ഏറ്റവും എനിക്കുള്ളത് അപ്പയ്ക്കുള്ളതാണ്. എനിക്ക് ഞാനത് കുടുംബത്തിലെ 4 പേർക്കും കിട്ടുന്നത് അപ്പയ്ക്കുള്ള ആദരം മാത്രമാണ്. എന്തായാലും അതെല്ലാം നന്ദി പറയുന്നു. ഇവിടെ വരാൻ കുറച്ച് സമയം നിങ്ങളോട് നന്ദി പറയുന്നു. എല്ലാവർക്കും ഇന്നത്തെ സ്നേഹവും പുരസ്കാര വിതരണവും പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് ഡോക്ടർ മറിയ ഉമ്മൻ അഭിപ്രായപ്പെട്ടു. ഉമ്മൻചാണ്ടി നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും ഉമ്മൻചാണ്ടിയുടെ പ്രവൃത്തി കണ്ട് ആയിരക്കണക്കിന് ഉമ്മൻചാണ്ടിമാർ ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതെന്നും ഇത് കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഞങ്ങൾക്ക് ഊർജം പകരുന്നുവെന്നും മറിയ ഉമ്മൻ പറഞ്ഞു. കേരള സ്റ്റേറ്റ് എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ പുനലൂർ ആശാഭവനിൽ നടത്തിയ ഉമ്മൻചാണ്ടി സ്നേഹ സംഗമവും സ്നേഹവിരുന്നും പുരസ്കാര വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മറിയ ഉമ്മൻ. യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് S. E. സഞ്ജയ് ഖാൻ അധ്യക്ഷത വഹിച്ചു. നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ശരീരം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 1 വർഷം തികയുകയാണ്. ഈ സാഹചര്യത്തിൽ ആശാഭവനിൽ കേരള സ്റ്റേറ്റ് എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു സ്നേഹ സംഗമവും സ്നേഹ വിരുന്നും സംഘടിപ്പിക്കുകയാണ്. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ വാക്കുകൾ ഇടറും. കാരണം സാറുമായി ഒന്നിച്ചുള്ള യാത്രകളും സാറിനോടൊപ്പം സാറ് എനിക്ക് പകർന്നു നൽകിയിട്ടുള്ള സ്നേഹവും എനിക്ക് മറക്കാൻ കഴിയാത്തതാണ്. അത് തന്നെയാണ് രാജ്യത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് സാറ് പലപ്പോഴും ജീവിതവും ജീവനും ഒക്കെയായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന കാലം തൊട്ട് ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ പോകുമ്പോൾ നിരവധി അനുഭവങ്ങൾ. കുഞ്ഞുങ്ങളോട് സാറിന് പ്രത്യേക വാത്സല്യമാണുള്ളത്. ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. കുളത്തൂപ്പുഴയിൽ ഒരു കുഞ്ഞ് 12 വയസ്സുള്ള ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു കുഞ്ഞ്, അതിൻ്റെ അമ്മയും എന്നെ വിളിക്കുകയാണ്. ഞാൻ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമായി ചന്ദനക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുകയും
ചന്ദനക്കാവിൽ ചെന്നപ്പോൾ മനസ്സിലാവുന്നത് ഈ 12 വയസ്സുള്ള കുഞ്ഞിനെ എല്ല് പൊടിഞ്ഞു പോകുന്ന രോഗമാണ്. ആ എല്ല് പൊടിഞ്ഞു പോകുന്ന രോഗമുള്ള കുഞ്ഞിനെ അമ്മ ഒക്കത്തിരുത്തി എടുത്ത് 1/2 കിലോമീറ്റർ ദൂരത്ത് വയലിലൂടെ പോയി ആ വീട്ടിലെത്തിക്കുകയും വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ തിരിച്ചു കൊണ്ടുവന്ന് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറ്റി ഏതൊരു 10 കിലോമീറ്റർ ഇപ്പുറമുള്ള സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിക്കുകയും ആ സ്കൂളിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ അമ്മ കുഞ്ഞിനോടൊപ്പം ഇരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച വളരെ ഹൃദയഭേദകരമാണ്. അത് അവര് വളരെ അസ്വസ്ഥമായി നമ്മളോട് പറയുമ്പോൾ ഞാൻ ഉമ്മൻചാണ്ടി സാറിനോട് അവരോട് ആപ്ലിക്കേഷൻ വാങ്ങിക്കൊണ്ട് ചെന്നിട്ട് ഉമ്മൻചാണ്ടി സാറിനോട് പറഞ്ഞപ്പോൾ എന്നോട് ഇതിൽ എന്ത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ കുഞ്ഞിന്റെ വീട്ടിലേക്ക് പോകാൻ വഴി വേണം. രണ്ടാമത് ഈ കുഞ്ഞിനെ അമ്മയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകുന്നതിനൊരു മുച്ചക്ര വാഹനം വേണം. മൂന്നാമത് ഈ കുഞ്ഞിന് ചികിത്സാ സഹായം വേണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മുച്ചക്ര വാഹനം വാങ്ങാൻ കഴിയില്ല, വഴി ഞാൻ അനുവദിക്കാമെന്ന് പറഞ്ഞ് അപ്പോഴും തന്നെ അപേക്ഷയിൽ കൊടുത്ത് വഴി അനുവദിച്ചു. രണ്ടാമത് 3 ലക്ഷം രൂപ ചികിത്സാ സഹായം അനുവദിച്ചിട്ട് 1 ലക്ഷം രൂപ കൊടുത്ത കുട്ടി. ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ ഉമ്മൻചാണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തി. ഉമ്മൻചാണ്ടി സാറ് സഞ്ജയ് സ്നേഹം നൽകി. ഒരു പക്ഷേ സഞ്ജയ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ഒരുക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് സഞ്ജയ് ഖാന്റെ ശബ്ദം നമ്മുടെ നിയമസഭയിൽ മുഴങ്ങുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി മുഴങ്ങുന്നത് കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഉമ്മൻചാണ്ടി സാറുമായി എനിക്ക് എൻ്റെ ചെറിയ പ്രായത്തിൽ നേതാവ് 1984 മുതൽ എനിക്ക് അദ്ദേഹവുമായി ഒരു ആത്മാർത്ഥമുണ്ടായിരുന്നു. ഞാൻ വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സംഘടനാ സമ്മേളനങ്ങളിൽ വിളിക്കുവാനാണ് ഞാൻ പോയിട്ടുള്ളത്. അവസാനം അദ്ദേഹത്തിനെ ഗാന്ധി ഭവനിൽ എഴുതുന്നതുവരെ, അതായത് ഇപ്പോൾ ഏതാണ്ട് 1.25 വർഷം മുമ്പ് ആണ് അദ്ദേഹം അവസാനിക്കുന്നത്. അന്ന് വരെ അദ്ദേഹത്തെ അടിക്കടി കാണുമായിരുന്നു. അതുപോലെ അദ്ദേഹത്തെ 70 തവണ ഞാൻ കാണാൻ പോയിട്ടുണ്ട്. അദ്ദേഹം 20ഓളം തവണ ഗാന്ധി ഭവനിൽ എത്തിയിട്ടുണ്ട്. യോഗത്തിൽ കോൺഗ്രസ് INTUC നേതാക്കന്മാരായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി R ശിവകുമാർ, യൂണിയൻ വൈസ് പ്രസിഡന്റ് D പ്രിൻസ്, ജനറൽ സെക്രട്ടറി C ചെല്ലപ്പൻ, സെക്രട്ടറി B അശോക് കുമാർ, രാധാകൃഷ്ണൻ, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരായ ഷെമി അസീസ്, S നാസർ, N അജീഷ്, രഞ്ജിനി സൂര്യകുമാർ, മാരാൻകോട് സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ബിനീഷ് ജോസഫ്, ഷിഹാബ്, മോഹനൻ ചാലിയക്കര, മഞ്ജു ശ്രീജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉമ്മൻചാണ്ടി പുരസ്കാരം ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഡോക്ടർ പുനലൂർ സോമരാജൻ, വർഗീസ് എബ്രഹാം ആശാഭവൻ ഡയറക്ടർ, ആതുര സേവന രംഗത്ത് ഡോക്ടർ മുഹമ്മദ് ഷാഫി, ഡോക്ടർ ഷേർലി ശങ്കർ, സാഹിത്യകാരി ബദരി പുനലൂർ തുടങ്ങിയവർക്ക് ഉമ്മൻചാണ്ടി പുരസ്കാരം ഡോക്ടർ മറിയ ഉമ്മൻ നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പൊതുപ്രവർത്തകൻ ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കുന്നതിൽ അഭിമാനമെന്ന് ഡോക്ടർ മറിയ ഉമ്മൻ. പുനലൂർ ആശാഭവനിൽ വെച്ച് നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മകൾ കൂടിയായ ഡോക്ടർ മറിയ ഉമ്മൻ. അപ്പയോടുള്ള സ്നേഹമാണ് എനിക്ക് കിട്ടുന്നത്. തിരിച്ചറിയുന്നത് ഇവിടെ ഇങ്ങനെ വരാനും ഇവിടെ എല്ലാം കാണാനും എനിക്കൊരു മാതൃക അതിനുള്ള ഏറ്റവും അത് എനിക്കുള്ളത് അപ്പയ്ക്കുള്ളതാണ്. ഞാനത് കുടുംബത്തിലെ 4 പേർക്കും കിട്ടുന്നത് അപ്പയ്ക്കുള്ള ആദരം മാത്രമാണ്. എന്തായാലും അതെല്ലാം നന്ദി പറയുന്നു. ഇവിടെ വരാൻ കുറച്ച് സമയം നിങ്ങളോട് നന്ദി പറയുന്നു. എല്ലാവർക്കും സ്നേഹവും പുരസ്കാരവും പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് ഡോക്ടർ മറിയ ഉമ്മൻ അഭിപ്രായപ്പെട്ടു. ഉമ്മൻചാണ്ടി നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും ഉമ്മൻചാണ്ടിയുടെ പ്രവൃത്തി കണ്ട് ആയിരക്കണക്കിന് ഉമ്മൻചാണ്ടിമാർ ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതെന്നും ഇത് കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഞങ്ങൾക്ക് ഊർജം പകരുന്നുവെന്നും മറിയ ഉമ്മൻ പറഞ്ഞു.
കേരള സ്റ്റേറ്റ് എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ പുനലൂർ ആശാഭവനിൽ നടത്തിയ ഉമ്മൻചാണ്ടി സ്നേഹസംഗമവും സ്നേഹവിരുന്നും പുരസ്കാര വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മറിയ ഉമ്മൻ. യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് S.E. സഞ്ജയ് ഖാൻ അധ്യക്ഷത വഹിച്ചു. നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ശരീരം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഒരു വർഷം തികയുകയാണ്. ഈ സാഹചര്യത്തിൽ ആശാഭവനിൽ കേരള സ്റ്റേറ്റ് എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു സ്നേഹ സംഗമവും സ്നേഹ വിരുന്നും സംഘടിപ്പിക്കുകയാണ്. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ വാക്കുകൾ ഇടറും. കാരണം സാറുമായി ഒന്നിച്ചുള്ള യാത്രകളും സാറിനോടൊപ്പം സാറ് എനിക്ക് പകർന്നു നൽകിയിട്ടുള്ള സ്നേഹവും എനിക്ക് മറക്കാൻ കഴിയാത്തതാണ്. അത് തന്നെയാണ് രാജ്യത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് സാറ് പലപ്പോഴും ജീവിതവും ജീവനും ഒക്കെയായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന കാലത്തൊട്ട് ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ പോകുമ്പോൾ നിരവധി അനുഭവങ്ങൾ. കുഞ്ഞുങ്ങളോട് സാറിന് പ്രത്യേക വാത്സല്യമാണുള്ളത്. ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. കുളത്തൂപ്പുഴയിൽ ഒരു കുഞ്ഞ് 12 വയസ്സുള്ള ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് അതിൻ്റെ അമ്മയും എന്നെ വിളിക്കുകയാണ്. ഞാൻ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമായി ചന്ദനക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുകയും ചന്ദനക്കാവിൽ ചെന്നപ്പോൾ മനസ്സിലാവുന്നത് ഈ 12 വയസ്സുള്ള കുഞ്ഞിനെ എല്ല് പൊടിഞ്ഞു പോകുന്ന രോഗമാണ്. ആ എല്ല് പൊടിഞ്ഞു പോകുന്ന രോഗമുള്ള കുഞ്ഞിനെ അമ്മ ഒക്കത്തിരുത്തി എടുത്ത് 1/2 കിലോമീറ്റർ ദൂരത്ത് വയലിലൂടെ പോയി ആ വീട്ടിലെത്തിക്കുകയും വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ തിരിച്ചു കൊണ്ടുവന്ന് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറ്റി ഏതൊരു 10 കിലോമീറ്റർ ഇപ്പുറമുള്ള സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിക്കുകയും ആ സ്കൂളിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ അമ്മ കുഞ്ഞിനോടൊപ്പം ഇരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച വളരെ ഹൃദയഭേദകരമാണ്. അത് അവര് വളരെ അസ്വസ്ഥമായി നമ്മളോട് പറയുമ്പോൾ ഞാൻ ഉമ്മൻചാണ്ടി സാറിനോട് അവരോട് ആപ്ലിക്കേഷൻ വാങ്ങിക്കൊണ്ട് ചെന്നിട്ട് ഉമ്മൻചാണ്ടി സാറിനോട് പറഞ്ഞപ്പോൾ എന്നോട് ഇതിൽ എന്ത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ കുഞ്ഞിന്റെ വീട്ടിലേക്ക് പോകാൻ വഴി വേണം. രണ്ടാമത് ഈ കുഞ്ഞിനെ അമ്മയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകുന്നതിനൊരു മുച്ചക്ര വാഹനം വേണം. മൂന്നാമത് ഈ കുഞ്ഞിന് ചികിത്സാ സഹായം വേണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു മുച്ചക്ര വാഹനം വാങ്ങാൻ കഴിയില്ല, വഴി ഞാൻ അനുവദിക്കാമെന്ന് പറഞ്ഞ് അപ്പോഴും തന്നെ അപേക്ഷയിൽ പുറത്ത് വഴി അനുവദിച്ചു. രണ്ടാമത് 3 ലക്ഷം രൂപ ചികിത്സാ സഹായം അനുവദിച്ചിട്ട് 1 ലക്ഷം രൂപ കൊടുത്ത കുട്ടി. ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ ഉമ്മൻചാണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തി. ഉമ്മൻചാണ്ടി സാറ് സഞ്ജയ് ഖാൻ ഒരുപാട് സ്നേഹം നൽകി. ഒരു പക്ഷേ സഞ്ജയ് ഖാന് അസംബ്ലിയിൽ മത്സരിക്കാൻ അവസരം ഒരുക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. സഞ്ജയ് ഖാന്റെ ശബ്ദം നമ്മുടെ നിയമസഭയിൽ മുഴങ്ങുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി മുഴങ്ങുന്നത് കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഉമ്മൻചാണ്ടി സാറുമായി എനിക്ക് ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ 1984 മുതൽ എനിക്ക് അദ്ദേഹവുമായി ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. ഞാൻ വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ സംഘടനാ സമ്മേളനങ്ങളിൽ വിളിക്കുവാനാണ് ഞാൻ പോയിട്ടുള്ളത്. അവസാനം അദ്ദേഹത്തിനെ ഗാന്ധി ഭവനിൽ എഴുതുന്നത് വരെ, അതായത് ഇപ്പോൾ ഏതാണ്ട് 1.25 വർഷം മുമ്പ് ആണ് അദ്ദേഹം അവസാനിക്കുക. അന്ന് വരെ അദ്ദേഹത്തെ അടിക്കടി കാണാനായിരുന്നു. അതുപോലെ അദ്ദേഹത്തെ നിരവധി തവണ ഞാൻ കാണാൻ പോയിട്ടുണ്ട്. അദ്ദേഹം 20ഓളം തവണ ഗാന്ധി ഭവനിൽ എത്തിയിട്ടുണ്ട്. യോഗത്തിൽ കോൺഗ്രസ് INTUC നേതാക്കന്മാരായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി R. ശിവകുമാർ, യൂണിയൻ വൈസ് പ്രസിഡന്റ് D. പ്രിൻസ്, ജനറൽ സെക്രട്ടറി C. ചെല്ലപ്പൻ, സെക്രട്ടറി B. അശോക് കുമാർ, രാധാകൃഷ്ണൻ, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരായ ഷെമി അസീസ്, S. നാസർ, N. അജീഷ്, രഞ്ജിനി സൂര്യകുമാർ, മാരാൻകോട് സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ബിനീഷ് ജോസഫ്, ഷിഹാബ്, മോഹനൻ ചാലിയക്കര, മഞ്ജു ശ്രീജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉമ്മൻചാണ്ടി പുരസ്കാരം ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഡോക്ടർ പുനലൂർ സോമരാജൻ, വർഗീസ് എബ്രഹാം, ആശാഭവൻ ഡയറക്ടർ, ആതുര സേവന രംഗത്ത് ഡോക്ടർ മുഹമ്മദ് ഷാഫി, ഡോക്ടർ ഷേർലി ശങ്കർ, സാഹിത്യകാരി ബദരി പുനലൂർ തുടങ്ങിയവർക്ക് ഉമ്മൻചാണ്ടി പുരസ്കാരം ഡോക്ടർ മറിയ ഉമ്മൻ നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പൊതുപ്രവർത്തകൻ ഉമ്മൻചാണ്ടി മാതൃകയാക്കുന്നതിൽ അഭിമാനമെന്ന് ഡോക്ടർ മറിയ ഉമ്മൻ. പുനലൂർ ആശാഭവനിൽ വെച്ച് നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മകൾ കൂടിയായ
ഡോക്ടർ മറിയ ഉമ്മൻ. എല്ലാവർക്കും അപ്പോഴത്തേക്ക് മാത്രമാണ് ഇത് അവരുടെ പറയുന്ന നല്ല നല്ല വാക്കുകൾ അവരെ ഇന്നലേക്ക് മനസ്സിലാവുന്നത് അപ്പോൾ എങ്ങനെ ആ ഓരോ മൂല്യങ്ങളുള്ളത് ജനങ്ങളിലേക്ക് ഇറങ്ങി തരുമ്പോഴുള്ള ആ ഒരു എനർജി ഭയങ്കരമാണ്. ഇന്ന് എനിക്ക് കിട്ടുന്നത് അപ്പോഴുള്ള സ്നേഹമാണ് എനിക്ക് കിട്ടുന്നതെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. എന്തായാലും ഇവിടെ ഇങ്ങനെ വരാനും ഇവിടെ എല്ലാം കാണാനും എനിക്കൊരു മാതൃക ഏറ്റവും എനിക്കുള്ളത് അപ്പയ്ക്കുള്ളതാണ്. എനിക്ക് ഞാനത് കുടുംബത്തിലെ 4 പേർക്കും കിട്ടുന്നത് അപ്പയ്ക്കുള്ള ആദരം മാത്രമാണ്. എന്തായാലും അതെല്ലാം നന്ദി പറയുന്നു. ഇവിടെ വരാൻ കുറച്ച് സമയം നിങ്ങളോട് സ്പെൻഡ് ചെയ്യാൻ വിദ്യ കഴിയുന്നതിനോട് നന്ദി പറയുന്നു. എല്ലാവർക്കും അഭിവാദ്യമാണ് പറയുന്നത്. ഇന്നത്തെ സ്നേഹവും പുരസ്കാര വിതരണവും പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് ഡോക്ടർ മറിയ ഉമ്മൻ അഭിപ്രായപ്പെട്ടു. ഉമ്മൻചാണ്ടി നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും ഉമ്മൻചാണ്ടിയുടെ പ്രവൃത്തി കണ്ട് ആയിരക്കണക്കിന് ഉമ്മൻചാണ്ടിമാർ ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതെന്നും ഇത് കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഞങ്ങൾക്ക് ഊർജം പകരുന്നുവെന്നും മറിയ ഉമ്മൻ പറഞ്ഞു. കേരള സ്റ്റേറ്റ് എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ പുനലൂർ ആശാഭവനിൽ നടത്തിയ ഉമ്മൻചാണ്ടി സ്നേഹ സംഗമവും സ്നേഹവിരുന്നും പുരസ്കാര വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മറിയ ഉമ്മൻ. യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് SE സഞ്ജയ് ഖാൻ അധ്യക്ഷത വഹിച്ചു. നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ശരീരം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 1 വർഷം തികയുകയാണ്. ഈ സാഹചര്യത്തിൽ ആശാഭവനിൽ കേരള സ്റ്റേറ്റ് എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ IMUCയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു സ്നേഹ സംഗമവും സ്നേഹ വിരുന്നും സംഘടിപ്പിക്കുകയാണ്. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ വാക്കുകൾ ഇടറും. കാരണം സാറുമായി ഒന്നിച്ചുള്ള യാത്രകളും സാറിനോടൊപ്പം സാറ് എനിക്ക് പകർന്നു നൽകിയിട്ടുള്ള സ്നേഹവും എനിക്ക് മറക്കാൻ കഴിയാത്തതാണ്. അത് തന്നെയാണ് രാജ്യത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് സാറ് പലപ്പോഴും ജീവിതവും ജീവനും ഒക്കെയായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന കാലത്തൊട്ട് ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ പോകുമ്പോൾ നിരവധി അനുഭവങ്ങൾ. കുഞ്ഞുങ്ങളോട് സാറിന് പ്രത്യേക വാത്സല്യമാണുള്ളത്. ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. കുളത്തൂപ്പുഴയിൽ ഒരു കുഞ്ഞ് 12 വയസ്സുള്ള ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് അതിൻ്റെ അമ്മയും എന്നെ വിളിക്കുകയാണ്. ഞാൻ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമായി ചന്ദനക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുകയും ചന്ദനക്കാവിൽ ചെന്നപ്പോൾ മനസ്സിലാവുന്നത് ഈ 12 വയസ്സുള്ള കുഞ്ഞിനെ എല്ല് പൊടിഞ്ഞു പോകുന്ന രോഗമാണ്. ആ എല്ല് പൊടിഞ്ഞു പോകുന്ന രോഗമുള്ള കുഞ്ഞിനെ അമ്മ ഒക്കത്തിരുത്തി എടുത്ത് 1/2 കിലോമീറ്റർ ദൂരത്ത് വയലിലൂടെ പോയി ആ വീട്ടിലെത്തിക്കുകയും വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ തിരിച്ചു കൊണ്ടുവന്ന് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറ്റി ഏതൊരു 10 കിലോമീറ്റർ ഇപ്പുറമുള്ള സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിക്കുകയും ആ സ്കൂളിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ അമ്മ കുഞ്ഞിനോടൊപ്പം ഇരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച വളരെ ഹൃദയഭേദകരമാണ്. അത് അവര് വളരെ അസ്വസ്ഥമായി നമ്മളോട് പറയുമ്പോൾ ഞാൻ ഉമ്മൻചാണ്ടി സാറിനോട് അവരോട് ആപ്ലിക്കേഷൻ വാങ്ങിക്കൊണ്ട് ചെന്നിട്ട് ഉമ്മൻചാണ്ടി സാറിനോട് പറഞ്ഞപ്പോൾ എന്നോട് ഇതിൽ എന്ത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ കുഞ്ഞിന്റെ വീട്ടിലേക്ക് പോകാൻ വഴി വേണം. രണ്ടാമത് ഈ കുഞ്ഞിനെ അമ്മയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകുന്നതിനൊരു മുച്ചക്ര വാഹനം വേണം. മൂന്നാമത് ഈ കുഞ്ഞിന് ചികിത്സാ സഹായം വേണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു മുച്ചക്ര വാഹനം വാങ്ങാൻ കഴിയില്ല, വഴി ഞാൻ അനുവദിക്കാമെന്ന് പറഞ്ഞ് അപ്പോഴും തന്നെ അപേക്ഷയിൽ കൊടുത്ത് വഴി അനുവദിച്ചു. രണ്ടാമത് 3 ലക്ഷം രൂപ ചികിത്സാ സഹായം അനുവദിച്ചിട്ട് 1 ലക്ഷം രൂപ കൊടുത്ത കുട്ടി. ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ ഉമ്മൻചാണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തി. ഉമ്മൻചാണ്ടി സാർ സഞ്ജയ് ഖാൻ ഒരുപാട് സ്നേഹം നൽകി. ഒരു പക്ഷേ സഞ്ജയ് ഖാന് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ഒരുക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായതുകൊണ്ട് എനിക്ക് നല്ലതാണ്. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് സഞ്ജയ് ഖാന്റെ ശബ്ദം നമ്മുടെ നിയമസഭയിൽ മുഴങ്ങുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി മുഴങ്ങുന്നത് കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഉമ്മൻചാണ്ടി സാറുമായി എനിക്ക് എൻ്റെ ചെറിയ പ്രായത്തിലുള്ള നേതാവ് 1984 മുതൽ എനിക്ക് അദ്ദേഹവുമായി ഒരു ആത്മാർത്ഥമുണ്ടായിരുന്നു. ഞാൻ വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സംഘടനാ സമ്മേളനങ്ങളിൽ
ഞാൻ പോയിട്ടുള്ളത്. അവസാനം അദ്ദേഹത്തിനെ ഗാന്ധി ഭവനിൽ എഴുതുന്നതുവരെ, അതായത് ഇപ്പോൾ ഏതാണ്ട് 1.25 വർഷം മുമ്പ് ആണ് അദ്ദേഹം അവസാനിപ്പിച്ചത്. അന്ന് വരെ അദ്ദേഹത്തെ അടിക്കടി കാണുമായിരുന്നു. അതുപോലെ അദ്ദേഹത്തെ 20 തവണ ഞാൻ കാണാൻ പോയിട്ടുണ്ട്. അദ്ദേഹം 20ഓളം തവണ ഗാന്ധി ഭവനിൽ എത്തിയിട്ടുണ്ട്. യോഗത്തിൽ കോൺഗ്രസ് INTUC നേതാക്കന്മാരായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി R. ശിവകുമാർ, യൂണിയൻ വൈസ് പ്രസിഡന്റ് D. പ്രിൻസ്, ജനറൽ സെക്രട്ടറി C. ചെല്ലപ്പൻ, സെക്രട്ടറി B. അശോക് കുമാർ, രാധാകൃഷ്ണൻ, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരായ ഷെമി അസീസ്, S. നാസർ, N. അജീഷ്, രഞ്ജിനി സൂര്യകുമാർ, മാരാൻകോട് സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ബിനീഷ് ജോസഫ്, ഷിഹാബ്, മോഹനൻ ചാലിയക്കര, മഞ്ജു ശ്രീജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉമ്മൻചാണ്ടി പുരസ്കാരം ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഡോക്ടർ പുനലൂർ സോമരാജൻ, വർഗീസ് എബ്രഹാം ആശാഭവൻ ഡയറക്ടർ, ആതുര സേവന രംഗത്ത് ഡോക്ടർ മുഹമ്മദ് ഷാഫി, ഡോക്ടർ ഷേർലി ശങ്കർ, സാഹിത്യകാരി ബദരി പുനലൂർ തുടങ്ങിയവർക്ക് ഉമ്മൻചാണ്ടി പുരസ്കാരം ഡോക്ടർ മറിയ ഉമ്മൻ നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.